അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ കണ്ടു. പ്രധാനമായും റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയവയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ക്യാഷ് ബുക്കിനെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റ് രണ്ടിന്റെ കാര്യത്തിലും കോമൺ ആണ്. ഈ രീതിയിലുള്ള സിമിലാരിറ്റീസ് ആണ് കഴിഞ്ഞ വർഷം പഠിച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്ക് ഓഫ് അക്കൗണ്ട്സ് താഴെ പറയുന്നതാണ്. ഒന്ന് ക്യാഷ് ബുക്ക്, ലെഡ്ജർ അക്കൗണ്ട്, സ്റ്റോക്ക് രജിസ്റ്റർ, ക്യാപിറ്റൽ ഫണ്ട്, ട്രയൽ ബാലൻസ്. ഇതിന് ശേഷമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, ക്യാഷ് ബുക്കാണ് നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷന്റെ ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിന്റെ സമ്മറൈസ്ഡ് ഫോമാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ നിന്ന് സാധാരണഗതിയിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സുപ്രധാന ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് നോക്കി നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള എല്ലാ റെസീറ്റ്സിനെയും പേയ്മെന്റ്സിനെയും നമ്മൾ രണ്ട് കാറ്റഗറി ആക്കുന്നു. ഒന്ന് റവന്യൂസ് എന്നും മറ്റൊന്ന് ക്യാപിറ്റൽ ഐറ്റംസ് എന്നും. അതിൽ റവന്യൂ ഐറ്റത്തിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കും ക്യാപിറ്റൽ ഐറ്റത്തിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കും പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞ രീതിയിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഒന്ന് ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നു. അതിന്റെ പേരാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ മീനിങ്ങും ഡെഫിനിഷനും ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് വിവരിക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ദെയർ ബാലൻസ് ഷീറ്റ് ടു ഡെപിക്ട് their financial position as on a particular date. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിച്ച സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഡെപിക്ട് ചെയ്യുക എന്ന് പറയുന്നത് ചിത്രീകരിക്കുക. എന്താണ് ചിത്രീകരിക്കുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു പ്രത്യേക ദിവസത്തെ സാമ്പത്തിക സ്ഥിതി, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു പ്രത്യേക ദിവസത്തെ സാമ്പത്തിക സ്ഥിതി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഷോസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനത്തിലുള്ള അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ പൊസിഷനാണ് കാണിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അത് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട ബേസിക്കായ കാര്യങ്ങളാണ്. കഴിഞ്ഞ കൊല്ലം തന്നെ പഠിച്ചതാണ്. There will be a capital fund to which surplus or deficit is either added or deducted. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് അല്ല ഉള്ളത്. ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് എന്നോ ജനറൽ ഫണ്ട് എന്നോ പേരിലുള്ള അക്കൗണ്ട് ആണ് ഉള്ളത്. അപ്പോൾ ക്യാപിറ്റലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ അതാണ് ചെറിയൊരു മാറ്റം. ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് വരുന്നു. ബിസൈഡ്സ്
all the capital items are added to arrive at the closing capital fund. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടി സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുകയും ഡെഫിസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് പുറമെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഐറ്റംസ് ആൻഡ് റവന്യൂ ഐറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ വേർതിരിച്ച് കാണാനാവും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ഐറ്റംസ്, ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട്, ക്യാപിറ്റലിനോട് കൂടി ചേർക്കുക എന്നാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നാണ്. ആ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുകയും അവസാനം നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. യൂഷ്വലി there may be some specific funds such as building fund, sports fund, etc. which appear on the liability side of the balance sheet. ചില ഐറ്റംസ് ഉണ്ടാവും. ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്ന ഫണ്ട്, സ്പോർട്സ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്ന ഫണ്ട്, ഇതൊക്കെ സ്പെസിഫിക് പർപ്പസ് ഫണ്ടാണ്. അപ്പം നമ്മൾ കമ്മിറ്റഡ് ആണ് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ഇയറിലോ മറ്റോ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമ്മൾ കമ്മിറ്റഡ് ആണ്, നമുക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റീസ്, ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫണ്ടിനെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. സാധാരണ രീതിയിൽ ബിൽഡിംഗ് ഫണ്ടെന്നും സ്പോർട്സ് ഫണ്ടെന്നും കണ്ടാൽ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കാം എന്ന് തോന്നൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഒബ്ലിഗേഷനാണ്. ബിൽഡിംഗ് ഉണ്ടാക്കാൻ, സ്പോർട്സ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ, ടൂർണമെന്റ് നടത്താൻ, അങ്ങനെയുള്ള ബാധ്യതയാണ് അത് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ക്യാപിറ്റൽ ഐറ്റംസ്. അതിൽ റവന്യൂ ഐറ്റംസിന് ഇടമില്ല. അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാപിറ്റൽ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് നോക്കൂ. ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്: ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ലയബിലിറ്റി സൈഡിൽ, ക്യാപിറ്റൽ ഫണ്ട് ബാലൻസിംഗ് ഫിഗർ, ക്യാഷ് ഇൻ ഹാൻഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ, അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെന്റ്സ്. കൃത്യമായ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ കിടക്കുന്നു. അത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കിട്ടുമ്പോഴുള്ള ഒരു സാഹചര്യമാണ്. ഇതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ്. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇവരെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ട്രേഡിംഗ് ആക്ടിവിറ്റിയിലോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസിലോ ഏർപ്പെടും ചില സാഹചര്യങ്ങളിൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലാണ് ഈ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ് ഉണ്ടാവുക. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ല എങ്കിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ രണ്ടും വരാനും സാധ്യതയുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. കൊടുത്തു തീർക്കാനുള്ള ചെലവ്. റെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ, സാലറി കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് തീർച്ചയായും. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒരു എക്സാമ്പിൾ ആണ്. അതിന് താഴേക്ക് വേറെയും ഐറ്റംസ് വരാം. വേറെ എന്താണ്? വേറെ പിന്നെ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇങ്ങനെ പല എന്ത് വേണമെങ്കിലും ഐറ്റംസ് വരാം. ഡിവിഡൻഡ് വരാറില്ല എങ്കിലും കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തുടങ്ങിയ ഐറ്റംസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇങ്ങനെ തുടങ്ങിയ ഐറ്റംസ് വന്നേക്കാം. അപ്പൊ അതും നമ്മുടെ ബാധ്യതയാണ്. നേരത്തെ വാങ്ങി വെക്കുന്ന ഇൻകം മുഴുവൻ നമ്മുടെ ബാധ്യതയാണ്. കാരണം ഭാവിയിൽ നമ്മൾ സേവനം നൽകാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ചുരുക്കം. അസറ്റ് സൈഡിൽ നോക്കൂ. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് റെന്റ്, ഇതൊക്കെ പിന്നെ അസറ്റ് ആണ്. എന്താണ് കാരണം? ഫോർ എക്സാമ്പിൾ പ്രീപെയ്ഡ് റെന്റ് നമ്മൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്ത് കിട്ടും? ബിൽഡിംഗ് ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവകാശത്തെ കാണിക്കുന്നത്, റൈറ്റ് ടു യൂസ് ബിൽഡിംഗ്, അത് കാണിക്കുന്നത് അത് അസറ്റാണ്. ഇൻവെസ്റ്റ്മെന്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ലൈബ്രറി ബുക്സ് എക്സെട്ര. ഇത് ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാത്രമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതും റെഫർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്, അതിലേക്കുള്ള പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഫൈൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി കണ്ടെത്താനാണ്
നമുക്കറിയാലോ, ബാലൻസ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പ്രത്യേക ദിവസത്തെ സാമ്പത്തിക സ്ഥിതി, ഒരു കൊല്ലത്തേക്ക് മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി കണ്ടെത്തൽ പോസിബിൾ അല്ല. ഒരു പെർട്ടിക്കുലർ ഡേയിൽ എന്താണ് അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ പൊസിഷൻ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കണ്ടെത്തണം ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ഫണ്ട് ഓർ ഫോർ അസർട്ടൈനിങ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. കാരണം മനസ്സിലായോ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഇത് എപ്പോഴും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻ കേസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല. അപ്പോൾ മിക്കവാറും പ്രോബ്ലത്തിൽ നമ്മൾ രണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും മറ്റൊന്ന് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊല്ലത്തിന്റെ അവസാനത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തന്നിട്ടുണ്ടെങ്കിൽ നല്ലത്, കാരണം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട. അഥവാ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ ബാലൻസിങ് ഫിഗറായി ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തണം. പിന്നെ രണ്ടാമത്തതിന്റെ കാര്യത്തിൽ ഓപ്ഷൻസോ സാധ്യതകളോ ഒന്നുമില്ല, തീർച്ചയായും ചെയ്യേണ്ടതാണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ക്ലോസിംഗ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ബ്രീഫ് ചെയ്തതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നിങ്ങളുടെ മെമ്മറിയിലേക്ക് നിങ്ങളെ വീണ്ടും പഴയ ഓർമ്മയിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോകാനാണ്. ഫോർമാറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, നെയിം ഓഫ് ദി ക്ലബ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ മുകളിൽ കൊടുക്കുക, പേര് എഴുതുക, സ്ഥാപനത്തിന്റെ പേര്. കഴിഞ്ഞ ദിവസം മലർവാടി ആർട്സ് ക്ലബ് എന്നോ പ്രണവം സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ആ രീതിയിൽ എഴുതുക. അതിന് താഴെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് ഡാഷ് 31/12/2019 അല്ലെങ്കിൽ 31st അങ്ങനെ ആയിക്കൊള്ളണം നിർബന്ധമില്ലാന്ന് നിങ്ങൾക്കറിയാലോ. എന്താവാം, 31/3/2019 അല്ലെങ്കിൽ 31/3/2020 എന്ത് വേണമെങ്കിലും ആവാം. ഇറ്റ് ഹാസ് ടു സൈഡ്സ്, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും അപ്പിയർ ചെയ്യുന്ന ഐറ്റത്തിന്റെ കോമൺ ആയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? ബോത്ത് സൈഡ്സ് കൺസിസ്റ്റ് ഓഫ് റവന്യൂ ഐറ്റംസ്. രണ്ട് സൈഡിലുള്ളത് റവന്യൂ ഇറ്റാണ്. കാരണം രണ്ട് സൈഡിലും എന്താ ഉണ്ടാവുക വെച്ചാൽ സ്വാഭാവികമായിട്ടും വരാനിടയുള്ള മറുപടി ഓപ്പോസിറ്റ് ഐറ്റംസ് എന്നാണ്. ഒരു സൈഡിൽ എക്സ്പെൻഡിച്ചർ, മറു സൈഡിൽ ഇൻകം. പക്ഷെ ഇതിനെ രണ്ടിനെയും ബൈൻഡ് ചെയ്യുന്ന, കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു കോമൺ ഫീച്ചർ എന്താണ്? അത് രണ്ടും റവന്യൂ ഐറ്റംസ് ആണ് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊരു പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാം. സാലറീസ് നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത മൂന്ന് മാനദണ്ഡങ്ങൾ റവന്യൂ ഐറ്റത്തിനെയും ക്യാപിറ്റൽ ഐറ്റത്തിനെയും വേർതിരിക്കുന്നത്. സാലറി എന്തായിരുന്നു? ഒന്നാമത്തത്, അതായത് റിപ്പീറ്റഡ് ആണ്, എല്ലാ മാസവും എംപ്ലോയീസിന് സാലറി കൊടുക്കണം. രണ്ടാമത്, അതിന് കിട്ടുന്ന ബെനിഫിറ്റ് ഒരു കൊല്ലത്തിൽ താഴെയാണ്, അതായത് ഒരു മാസത്തെ സാലറി കൊടുത്താൽ ഒരു മാസത്തെ സർവീസ് മാത്രമേ കിട്ടുള്ളൂ. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് റിലേറ്റീവ്ലി സ്മോളർ എമൗണ്ട് ആണ്. ചാരിറ്റീസ്, ഈ പറഞ്ഞതൊക്കെ എല്ലാ ഐറ്റത്തിനും ഈ മൂന്ന് മാനദണ്ഡവും ഫുൾഫിൽ ചെയ്യുന്നതാണ്. ഈ എല്ലാ ഐറ്റംസും ചാരിറ്റീസ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന തുക, അതാണ് ധർമ്മം നൽകൽ. റെന്റ്, ഡൊണേഷൻ പെയ്ഡ്, ഡൊണേഷൻ ഇങ്ങോട്ട് കിട്ടുക മാത്രമല്ല ചെയ്യുക, ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടിയും വരും. ഇടയ്ക്കൊക്കെ ചെറിയ തോതിലുള്ള ഡൊണേഷൻസ് കൊടുക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ. സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് വിറ്റപ്പോൾ ഉണ്ടായിട്ടുള്ള നഷ്ടം എവിടെയാണ് എഴുതേണ്ടത്. ഡിപ്രീസിയേഷൻ, ഈ ഐറ്റം നമുക്ക് എവിടെ നോക്കിയാൽ കിട്ടില്ല. ഈ രണ്ട് ഐറ്റവും നമുക്ക് ക്യാഷ് ബുക്ക് നോക്കിയാൽ കിട്ടില്ല. അതിന് നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് മാത്രം നോക്കിയാൽ പോരാ, അതിന് താഴെ തന്നിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷനും കൂടി എടുക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. സർപ്ലസ് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗർ ആണ്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ അക്കൗണ്ടിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. കഴിഞ്ഞ വർഷമാണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കമ്പൽസറിലി ദീസ് ടേംസ് മസ്റ്റ് ബി യൂസ്ഡ് ഇൻ കേസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അവിടെ പ്രോഫിറ്റ്, ലോസ് തുടങ്ങിയ വാക്കുകൾ വർജ്യമാണ്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. സർപ്ലസ്
പ്രോഫിറ്റിന് പകരമായും ഡെഫിസിറ്റ് ലോസിന് പകരമായും ഉപയോഗിക്കുക. ഇനി എന്തൊക്കെയാണ് ഇൻകംസ്? ഈ ഇൻകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ റവന്യൂ റെസീറ്റ്സ് ആണ്, റവന്യൂ സ്വഭാവമുള്ളതാണ്. എക്സ്പെൻഡിച്ചർ സൈഡിലുള്ളത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻ റിസീവ്ഡ് നമുക്കറിയാലോ, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഡൊണേഷൻ 2 തരത്തിലുണ്ടാവാം. അതായത് 3 ക്രൈറ്റീരിയന്റെ അടിസ്ഥാനത്തിൽ. ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യും. മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഡയറക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സ്ഥാപനം തുടർന്നു വരുന്ന രീതി എന്താണോ അതനുസരിച്ച്. മിക്കവാറും ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഇൻകം സൈഡിലും, വലിയ എമൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യുക, മീൻസ് ക്യാപിറ്റലിന്റെ ഭാഗമാക്കി മാറ്റുക. അഡ്മിഷൻ ഫീ റിസീവ്ഡ്, ഇതും മുകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഗ്രാൻഡ് റിസീവ്ഡ്, ഈ 3 ഐറ്റവും ക്വസ്റ്റ്യനിൽ ഇൻസ്ട്രക്ഷൻ ചിലപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഇൻകം സൈഡിൽ എഴുതുക, വലിയ എമൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഈ 2 ഐറ്റവും എല്ലാ സമയത്തും റവന്യൂ ഐറ്റംസ് തന്നെയാണ്, ഇൻകം സൈഡിൽ തന്നെയാണ് കാണിക്കേണ്ടത്. കാരണം ഇതൊക്കെ ആവർത്തന സ്വഭാവമുള്ളതാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് വളരെ കുറച്ച്, ആ റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ പിന്നെ അതിന് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് മാത്രമേ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അത് ഇൻകം സൈഡിലാണ് എഴുതേണ്ടത്. പിന്നെ എക്സ്പെൻഡിച്ചർ സൈഡിൽ അതിന് കറസ്പോണ്ടിങ് വേറെ ഒരു ഐറ്റം ഉണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ലാസ്റ്റ് ഐറ്റം ഡെഫിസിറ്റ്. ഇൻകം സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ ലോസ്, എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ സർപ്ലസ്. കാരണം ഇൻകം സൈഡ് കൂടുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ ബാലൻസ് കിട്ടുന്നത്, എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴാണ് ഇൻകം സൈഡിൽ ബാലൻസ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന റെഗുലർ ഐറ്റംസ്. എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും അത്തരം ഒരു ക്ലെയിം നമുക്ക് നടത്താനാവില്ല. എങ്കിലും ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ ക്യാപിറ്റൽ റവന്യൂ ഐറ്റംസ് കണ്ടെത്താനുള്ള മാർഗം കാണിക്കുന്ന ഒരു അതിൻ്റെ രീതികളാണ്. 3 ചോദ്യങ്ങൾ. ആർ യു റെക്കറിംഗ് ഐറ്റം, ഇമ്പാക്ട് പീരീഡ്, 1 year or less, സൈസ് ഓഫ് ദ എമൗണ്ട്, സ്മോൾ ഓർ ബിഗ്. റെക്കറിംഗ് ഐറ്റം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ഐറ്റം, ആവർത്തന സ്വഭാവമുള്ളത്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ്, വീണ്ടും ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് ചെന്ന് നോക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. സോ ഈ കാര്യം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് വീണ്ടും ഒരിക്കൽ കൂടി നോക്കുക. ഇനി ഏതൊക്കെയാണ് കോമൺ റെസീറ്റ്സ്? റവന്യൂ റെസീറ്റ്സ്, ക്യാപിറ്റൽ റെസീറ്റ്സ്, അതേപോലെ റവന്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീറ്റ് ആവാൻ ഇടയുള്ള സാധനങ്ങൾ. 3 കോളംസ് ഉണ്ട്. ആദ്യത്തെ കോളത്തിൽ ഏതൊക്കെ റവന്യൂ റെസീറ്റ്സ്, ക്യാപിറ്റൽ റെസീറ്റ്സ്, റവന്യൂ ഓർ ക്യാപിറ്റൽ റെസീറ്റ്, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നത്. ഓക്കെ, ചിലപ്പോൾ റവന്യൂ റെസീറ്റ് ആവും, ചിലപ്പോൾ ക്യാപിറ്റൽ റെസീറ്റ് ആവും. ചില സമയത്തോ ഡൊണേഷന്റെ ഒരു 40% റവന്യൂ റെസീറ്റ് ആയിട്ടും 60% ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടും കണക്കാക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡൊണേഷന്റെ 40% റവന്യൂ റെസീറ്റ് ആയി കണക്കാക്കേണ്ട 40% ഇൻകം സൈഡിൽ എഴുതണം. 60% 1000ന്റെ ആണെന്ന് എഴുതുക. 1000ന്റെ 60% 600 രൂപ നമ്മൾ ക്യാപിറ്റലിനോട് കൂടി ലയബിലിറ്റി സൈഡിൽ കൂട്ടുകയും ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ മുഴുവനായിട്ട് തന്നെ റവന്യൂ റെസീറ്റ് ആയിട്ട് കണക്കാക്കാൻ പറയും, ചിലപ്പോൾ മുഴുവനായി ക്യാപിറ്റൽ റെസീറ്റ് ആയി കണക്കാക്കാൻ പറയും. അത് സാഹചര്യത്തിനനുസരിച്ച്, ക്വസ്റ്റ്യനിലെ നിർദ്ദേശത്തിനനുസരിച്ച് യുക്തമായ തീരുമാനം നമ്മൾ എടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ്? അപ്പോൾ ഈ റവന്യൂ റെസീറ്റ്, ക്യാപിറ്റൽ റെസീറ്റ്, ഇത് എവിടെ നിന്ന് നമുക്ക് കിട്ടും? ഏത് സൈഡിൽ നിന്ന് കിട്ടുക? സ്വാഭാവികമായിട്ടും റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസീറ്റ് സൈഡിൽ. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഐറ്റംസിനെ മുഴുവൻ ഈ 2 കോളത്തിൽ ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എങ്കിലും അങ്ങനെ സാധിച്ചാൽ നിങ്ങൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഇത് പഠിച്ചാൽ തന്നെ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവും. അപ്പൊ റവന്യൂ റെസീറ്റ് നിർബന്ധമായും റവന്യൂ തന്നെ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അതിലൊന്ന് സബ്സ്ക്രിപ്ഷൻ, വരിസംഖ്യ, മാസവരിസംഖ്യ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഐറ്റംസ് അല്ല. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, ഇതൊക്കെ ഓരോ ഇയറിലും അല്ലെങ്കിൽ മിക്കവാറും മാസങ്ങളിലൊക്കെ സംഭവിക്കുന്നതാണ്, ആവർത്തന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ റവന്യൂ റെസീറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. കളക്ഷൻ ഓഫ് റെസീറ്റ്സ് റിലേറ്റിംഗ് ടു ടൂർണമെന്റ്, അതായത് ആളുകളുടെ അടുത്ത് പണം പിരിക്കുന്നു, എന്തുമായി ബന്ധപ്പെട്ട്? ടൂർണമെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, സ്പോർട്സ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, മാച്ചസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്, എന്റർടൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു മ്യൂസിക് നൈറ്റ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നു,
അല്ലെങ്കിൽ ഒരു മാജിക് ഷോ നമ്മൾ നടത്തുന്നു, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡിന്നർ, മെമ്പേഴ്സിന് ഡിന്നർ കൊടുക്കാൻ വേണ്ടി ചിലവ് മെമ്പേഴ്സ് ഇറക്കി ഒത്തുകൂടും, ആവർത്തന സ്വഭാവമുള്ളതാണ്, അല്ലെങ്കിൽ വൺസ് ഇൻ ഇയർ എങ്കിലും അത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ റവന്യൂ റിസീറ്റ് ആണ്. അപ്പൊ ആവർത്തന സ്വഭാവമുള്ളതാണ്, ഒരു കൊല്ലമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇമ്പാക്ട് ബിസിനസ്സിൽ ഉണ്ടാവുക, താരതമ്യേന ചെറിയ എമൗണ്ട് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തത്, അതുകൊണ്ടാണ് ഇതിനെ റവന്യൂ റിസീറ്റ് ലഭിക്കുന്നത്. ഇനി ക്യാപിറ്റൽ റിസീറ്റ് നോക്കൂ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലിഗസി ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് പിന്നെ വിൽപത്രം അനുസരിച്ച് ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്, നമുക്കെന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കിട്ടുന്നത് സ്പെസിഫിക് ഡൊണേഷൻ, സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻ ക്യാപിറ്റൽ റിസീറ്റ് ആയിട്ടും, ജനറൽ പർപ്പസ് ഡൊണേഷൻ ചെറിയ എമൗണ്ട് ആണെങ്കിൽ അതിനെ റവന്യൂ റിസീറ്റ് ആയിട്ടും കണക്കാക്കണം. വലിയ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യനിലെ നിർദ്ദേശം അനുസരിച്ച് അതിനെ ക്യാപിറ്റൽ റിസീറ്റ് ആയിട്ട് കണക്കാക്കാം. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലാൻഡ്, ബിൽഡിംഗ്, വെഹിക്കിൾസ്, ഫർണിച്ചർ ഒക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന തുക അത് ക്യാപിറ്റൽ റിസീറ്റ് ആണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ ലാൻഡ് വിൽക്കില്ല, ബിൽഡിംഗ് വിൽക്കില്ല, ഫർണിച്ചർ വിൽക്കില്ല. സ്പെഷ്യൽ ഫണ്ട്സ് അത് ക്യാപിറ്റൽ റിസീറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. ടൂർണമെന്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട്, ഇതൊക്കെ ക്യാപിറ്റൽ റിസീറ്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഒരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കരുത്. ഇതിന്റെയൊക്കെ സ്ഥാനം എവിടെയായിരിക്കും? ലയബിലിറ്റി സൈഡിലായിരിക്കും. ഇതൊക്കെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലിഗസി തുടങ്ങിയതൊക്കെ നമ്മൾ ക്യാപിറ്റലിനോട് കൂടി കൂട്ടും. സ്പെസിഫിക് ഡൊണേഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതും, അത് ക്യാപിറ്റലിനോട് കൂടി കൂട്ടേണ്ടതില്ല, അത് നമ്മുടെ പ്രത്യേകമായ പിന്നെ നമ്മുടെ ബാധ്യതയാണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്നുള്ളത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്, ക്യാപിറ്റലിനോട് കൂടി കൂട്ടേണ്ട ഐറ്റമാണ്, ക്യാപിറ്റലൈസ് ചെയ്യാവുന്നതാണ്. ദെൻ സ്പെഷ്യൽ ഫണ്ട് അത് സെപ്പറേറ്റ് കാണിക്കണം. ടൂർണമെന്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അടുത്ത് നോക്കൂ, റവന്യൂ ഓർ ക്യാപിറ്റൽ റിസീറ്റ്. ഇത് രണ്ട് രീതിയിലും കണക്കാക്കാം. ഒന്നുകിൽ ക്വസ്റ്റ്യനിലെ നിർദ്ദേശം അനുസരിച്ച് ഒന്നുകിൽ റവന്യൂ ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും പിന്നെ ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ റവന്യൂ റിസീറ്റും ക്യാപിറ്റൽ റിസീറ്റും ഒക്കെ മാറ്റാം. അതായത് ഒരു പോർഷൻ ഇൻകം സൈഡിലേക്കും ഒരു പോർഷൻ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോട് കൂടി കൂട്ടാനും നമുക്ക് ഉപയോഗിക്കാം. അഡ്മിഷൻ ഫീ ഉണ്ട്, എൻട്രൻസ് ഫീ ഉണ്ട്, ചില സമയത്ത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഉണ്ട്, അത് ഇതിൽ പ്രത്യേകമായിട്ട് കാണിച്ചിട്ടില്ല, അതും ഇതിനെ ഉൾപ്പെടുത്താവുന്നതാണ്. ഡൊണേഷൻസ് ഈ രീതിയിലാണ്, ചിലപ്പോൾ റവന്യൂ ഒരു പോർഷൻ, ചിലപ്പോൾ ഒരു പോർഷൻ ക്യാപിറ്റൽ, അല്ലെങ്കിൽ മുഴുവനായി തന്നെ. നിങ്ങൾക്കറിയാലോ, സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻ ആണെങ്കിൽ നിർബന്ധമായും അത് പിന്നെ ക്യാപിറ്റലൈറ്റ് ആയിട്ട് കണക്കാക്കണം. ജനറൽ പർപ്പസ് ആണെങ്കിൽ അത് റവന്യൂ ആയിരിക്കും. സ്പെഷ്യൽ ഫീ രണ്ട് രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഗ്രാൻസ് ഫ്രം ഗവൺമെന്റ് ആൻഡ് അതർ ഓർഗനൈസേഷൻ, ഇത് സ്ഥിരമായി കിട്ടുന്നതാണ്, എല്ലാ കൊല്ലവും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതാണ്. താരതമ്യേന ചെറിയ എമൗണ്ട് ആണെങ്കിൽ അതിനെ റവന്യൂ ആയിട്ട് കണക്കാക്കാം, വലിയ എമൗണ്ട് ആണെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ മീൻസ് ക്യാപിറ്റലിനോട് കൂടി കൂട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി പരിശോധിക്കുക, എന്നിട്ട് യുക്തമായ തീരുമാനമെടുക്കുക. ഇനി ഇതുപോലെ റിസീറ്റ് സൈഡിൽ, അതായത് റിസീറ്റ് സൈഡ് അനലൈസ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ രണ്ട് കാറ്റഗറി കിട്ടിയത്. അതേപോലെ പേയ്മെന്റ് സൈഡ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആകെയുള്ള പേയ്മെന്റ്സ് രണ്ട് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനാവും. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മറ്റൊന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത്, ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് തുടങ്ങിയതാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടൊക്കെ വരുന്നത്. പർച്ചേസ് ഓഫ് സ്പോർട്സ് എക്യുപ്മെന്റ്, പർച്ചേസ് ഓഫ് ലൈബ്രറി ബുക്സ് ഫോർ ലൈബ്രറി, അത് ഏത് തരം ഫിക്സഡ് അസറ്റും ആവാം. ഫേർണിച്ചർ വാങ്ങിയാലും ലാൻഡ് വാങ്ങിയാലും ബിൽഡിംഗ് വാങ്ങിയാലും അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കും. ഓണറേറിയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് കൈൻഡ് ഓഫ് റെമ്യൂണറേഷൻ. സ്ഥാപനത്തിലെ ഒരു സ്ഥിരം എംപ്ലോയി അല്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ്. അയാൾ വന്നൊരു ക്ലാസ് എടുക്കുന്നു, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നു, അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ ആണത് ഓണറേറിയം. ഔട്ട്സൈഡർ ആണ്, ഗസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഓണറോട് കൂടി, അതായത് ബഹുമാനത്തോടു കൂടി കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അതിന് ഓണറേറിയം എന്നുള്ള പേര് വന്നത്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്, റിപ്പീറ്റഡ് നാച്ചുറൽ അതാണ്. അതുകൊണ്ട് തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ. ചാരിറ്റി അടുത്തത്, ധർമ്മ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ഓഡിറ്റ് ഫീ, എല്ലാ വർഷവും ഓഡിറ്റ് നടത്തേണ്ടതാണ്. ചിലപ്പോൾ ഓരോ ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഇയറിന്റെ മിഡിലിൽ ഒക്കെ ഓഡിറ്റ് നടത്തേണ്ടി വരും, സാധാരണഗതിയിൽ എല്ലാ ഇയർ എൻഡിങ്ങിലും. അപ്പോൾ അത് എല്ലാ വർഷവും ഉള്ളതായതുകൊണ്ട് തന്നെ ഓഡിറ്റ് ഫീ ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ,
ഇപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ പിന്നെ ഇതല്ലേ നമ്മൾ സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഫുട്ബോൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇയർ ലാസ്റ്റ് ചെയ്യൂല, ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ സൈഡിൽ ക്യാപിറ്റൽ സൈഡിൽ കാണാം സ്പോർട്സ് എക്യുപ്മെന്റ്. അത് ഹ്യൂജ് എമൗണ്ട് ചിലവാക്കി ഒരുപാട് കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് എക്യുപ്മെന്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക്, ഒരു മാസത്തേക്ക്, നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽസ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ്, എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ടൂർണമെന്റ് ഫണ്ട്, സ്പോർട്സ് മാച്ചസ്, എന്റർടൈൻമെന്റ്, ഡിന്നർ, ഇതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡ് അഥവാ ഡെബിറ്റ് സൈഡിൽ അത് റെക്കോർഡ് ചെയ്യണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ അതിന് എന്തുമായിട്ടാണ് സ്വാധീനം ഉണ്ടാവുക? ബാലൻസ് ഷീറ്റുമായിട്ടാണ് ബന്ധം ഉണ്ടാവുക. അവിടെ നമ്മൾ അസറ്റിൽ നിന്ന് അതത്രയും എമൗണ്ട് ഒക്കെ കുറച്ച് കാണിക്കേണ്ടി വരും. ഇതാണ് വ്യത്യാസം. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എൻഡ് പ്രൊഡക്റ്റ്, ഇറ്റ് ക്യാൻ ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. വാട്ട് ഈസ് സർപ്ലസ്? സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് ഇൻകംസ് ഓവർ എക്സ്പെൻഡിച്ചേഴ്സ്. വാട്ട് ഈസ് ഡെഫിസിറ്റ്? ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഓവർ ഇൻകംസ്. അപ്പോൾ ഇതിൽ അതിനെക്കുറിച്ചാണ് എഴുതിയത്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ, സർപ്ലസ്. അതിനെന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ക്രെഡിറ്റ് ചെയ്യാനാണ് ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ, ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോട് കൂടി കൂട്ടിക്കാണിക്കുന്നു. പിന്നെ സർപ്ലസ് ഒരിക്കലും മെമ്പേഴ്സിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. കാരണം പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല മെമ്പേഴ്സ് ആ സ്ഥാപനത്തിൽ മെമ്പർമാരായി തുടരുന്നത്. ചേർന്നതും തുടരുന്നതും അതിന് വേണ്ടിയിട്ടല്ല. അത് സ്ഥാപനത്തിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാതെ, മീൻസ് ക്യാപിറ്റലിനോട് കൂടി കൂട്ടിക്കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കിലേക്ക്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അതാണല്ലോ, രണ്ട് അക്കൗണ്ട്സ് അതാണ്. അപ്പോൾ ബേസ്ഡ് അപ്പോൺ ഡിസ്കഷൻ മെയ്ഡ് ഇൻ റിഗാർഡ് ടു ദി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് and the income and expenditure account, we make the distinction between income and expenditure account and receipts and payment account in a tabular form. ഒരു ടേബിളാർ ഫോമിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആദ്യത്തെ കോളം ബേസിസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പിന്നെ വ്യത്യാസം കണ്ടെത്തുന്നത്. രണ്ടാമത്തെ കോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മൂന്നാമത്തെ കോളം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. നാച്ചുറൽ, അതിന്റെ സ്വഭാവം. ഇറ്റ് ഈസ് ലൈക്ക് ആസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. പക്ഷെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് പേര് മാറി എന്നേ ഉള്ളൂ. അവിടെ കാരണം ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അതിന്റെ താഴെ നോക്കൂ. ഇറ്റ് ഈസ് ദി സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ സമ്മറൈസ്ഡ് ഫോമാണ്. ഇനി അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഐറ്റംസിന്റെ സ്വഭാവം, നാച്ചർ ഓഫ് ഐറ്റംസ്. ഇറ്റ് റെക്കോർഡ്സ് ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് റവന്യൂ നാച്ചർ ഓൺലി. അതായത് അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം ആ പിന്നെ ഇറ്റാലിക്സിൽ എഴുതിയാണ് റവന്യൂ എന്നുള്ള ഭാഗം. ഇറ്റ് റെക്കോർഡ്സ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ ഐറ്റംസ്. അവർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റവന്യൂ ഐറ്റം ഉണ്ട്, ക്യാപിറ്റൽ ഐറ്റം ഉണ്ട്. അതിൽ റവന്യൂ ഐറ്റത്തിനെ മാത്രം നമ്മൾ എടുത്തിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ, നാച്ചുറൽ ഐറ്റംസ് മാത്രം. എത്ര കാലത്തേക്കുള്ള ഐറ്റംസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഐറ്റംസ് റിലേറ്റ് ഓൺലി ടു ദി കറന്റ് പീരീഡ്. ഒരു കൊല്ലം, അത് ഈ പ്രസന്റ് ഇയർ, ഈ വർഷം, നടപ്പ് വർഷം, അതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണാനാവും. അതേസമയം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലോ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് മേ ഓൾസോ റിലേറ്റ് ടു ദി പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് പീരീഡ്സ്. അത് ഏത് വർഷത്തെ എന്നുള്ളത് പ്രസക്തമേ അല്ല. ഏത് കൊല്ലത്തെ പണം കിട്ടിയാലും അത് വാങ്ങി വെക്കും, ക്യാഷ് ബുക്കിൽ റെസിപ്റ്റ് സൈഡിൽ അത് ഉണ്ടാവുകയും ചെയ്യും. ഏത് കൊല്ലത്തേക്കായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആണ് നമ്മൾ കൊടുത്താൽ ക്യാഷ് പോയിട്ടുണ്ടോ, അത് ഏത് കൊല്ലത്തേതൊന്നും പ്രസക്തമല്ല, ക്രെഡിറ്റ് സൈഡിലുണ്ടാവും. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിന് കൊല്ലം പ്രസക്തമേ അല്ല. മറ്റേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ കറണ്ട് ഇയറിൽ ഐറ്റം മാത്രമേ അവിടെ കാണിക്കാം. കറണ്ട് ഇയറിനെ പ്രതിനിധാനം ചെയ്യുന്ന ഐറ്റംസ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ.
ഇനി ഡെബിറ്റ് സൈഡിൽ എന്താണ്, ക്രെഡിറ്റ് സൈഡിലാണ് എന്നതിന്റെ അടിസ്ഥാനം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടബിൾ ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡ് എന്നാണ് അതിന്റെ പേര് തന്നെ. അവിടെ കാണിക്കുന്നത് എക്സ്പെൻസസും ലോസസും ആണ്. ഇനി റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് ദി റെസീറ്റ്സ്. ക്യാഷ് റെസീറ്റ്സ് ആണ് കാണിക്കുന്നത്. അത് സമ്മറൈസ്ഡ് ആയിട്ടുള്ള ക്യാഷ് റെസീറ്റ്സ്. കാരണം ഡെബിറ്റ് സൈഡ് റെസീറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് സൈഡുമാണല്ലോ. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താ കാണിക്കുന്നത്, അത് അടുത്ത ബേസിസ്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതേസമയം ക്രെഡിറ്റ് സൈഡ് ഓഫ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെക്കോർഡ്സ് ദി പേയ്മെന്റ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ് ആണ് കാണിക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണുള്ളത്. അപ്പം വരയ്ക്കുന്ന സമയത്ത് മാറിപ്പോയത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതുക. ഇൻകം ആദ്യം എഴുതും എന്ന് കരുതി ഡെബിറ്റ് ഇൻകമും ക്രെഡിറ്റ് എക്സ്പെൻഡിച്ചറും അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. എക്സ്പെൻഡിച്ചർ ഡെബിറ്റും ഇൻകം ക്രെഡിറ്റും ആണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ആ പറയുന്ന രീതി തന്നെയാണ്. ആദ്യം റെസീറ്റ് ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ് ക്രെഡിറ്റ് സൈഡിലുമാണ്. ഇനി ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന ഐറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ തേയ്മാനം ഡിപ്രീസിയേഷൻ കാണിക്കണം. But receipts and payment account doesn't include depreciation. ഒരു ചെറിയ കറക്ഷൻ, doesn't include എന്നാണ് വേണ്ടത്. Doesn't include depreciation. എന്താ കാരണം? Depreciation doesn't involve outflow of cash. ക്യാഷിന്റെ പുറത്തേക്കുള്ള ഒഴുക്കുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ക്യാഷുമായി യാതൊരു ബന്ധവും ഡിപ്രീസിയേഷൻ ഇല്ല എന്നതുകൊണ്ടാണ് അത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇടം കണ്ടെത്താത്തത്. ഇനി ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് has no opening balance. There is no opening balance. An opening balance ഇല്ല. കഴിഞ്ഞ വർഷവും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതേസമയം റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ഇൻ ദ ബിഗിനിങ് റെപ്രസെന്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ് അറ്റ് ദി ബിഗിനിങ്. ഇതിലേതെങ്കിലും ഒന്നുണ്ടാവാം. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാവും. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതേസമയം ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതായത് കഴിഞ്ഞ കൊല്ലം ക്യാഷ് ബുക്കിന്റെ കാര്യത്തിൽ എന്താണോ പഠിച്ചത് അത് ഇവിടെയും അതേപോലെ അപ്ലിക്കബിൾ ആണ്. ക്ലോസിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് എന്താണ്? ബാലൻസ് അറ്റ് ദി എൻഡ് റെപ്രസെന്റ്സ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഓർ വൈസ് വേഴ്സ. ഒന്നുകിൽ ഇൻകം എക്സ്പെൻഡിച്ചറിനെ കൂടുന്ന ബാലൻസ് ആവാം, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകത്തെക്കാളും കൂടുന്ന ബാലൻസ് ഡെഫിസിറ്റ് ആവാം. സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ. അതേസമയം റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടോ ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതുമല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആവാം. ബാലൻസ് അറ്റ് ദി എൻഡ് റെപ്രസെന്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദി എൻഡ് ആൻഡ് ബാങ്ക് ബാലൻസ്. ചിലപ്പോൾ രണ്ടും ഉണ്ടാവും. ചിലപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സമയത്ത് ബാങ്ക് ബാലൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെയുള്ള സാധ്യത എന്താണ്? ഓവർ ഡ്രാഫ്റ്റ്. രണ്ടും ഒരു സൈഡിലല്ല ബാലൻസ് ആയിട്ട് കിട്ടുക, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ഇനി ചില പ്രത്യേക തരം ഐറ്റത്തെ നമുക്ക് പരിചയപ്പെടാം. ഇതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ഡിസ്കഷൻസ് വന്നതാണ്, എങ്കിലും അതിനെ നമുക്ക് സ്പെസിഫിക് ആയി ഒന്ന് എടുത്തു നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റിംഗ് ടു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. സബ്സ്ക്രിപ്ഷൻസ് എന്താണ്? ചുരുക്കി പറഞ്ഞ വരിസംഖ്യ. ഇറ്റ് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഏത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ സബ്സ്ക്രിപ്ഷനാണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ. Fee paid in order to become the permanent member of the entity. It is a receipt of non-recurring nature, capital receipt, since the members will not be required to pay the fee annually. Then life membership fee എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇതിനെ ആവർത്തന സ്വഭാവം ഇല്ലാത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. പിന്നെ മെമ്പേഴ്സ് എല്ലാ കൊല്ലവും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈഫ് മെമ്പർഷിപ്പ് ഫീ വൺസ് കൊടുത്താൽ മതി. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ക്രെഡിറ്റഡ് ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബട്ട് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ഷോൺ സെപ്പറേറ്റ്ലി ഓൺ ദി ലയബിലിറ്റി സൈഡ്. സാധാരണ ഇതിൽ ക്യാപിറ്റൽ ഫണ്ടിനോടുകൂടി ആഡ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ സ്പെസിഫിക് ആയ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രം ഉണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡ് കാണിച്ചാൽ മതി. അങ്ങനെ സിറ്റുവേഷൻ സാധാരണ ഇതിൽ അറൈസ് ചെയ്യാറില്ല. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായി നോക്കണം, ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൺസ് ഇൻ ലൈഫ് കൊടുത്താൽ മതി. പക്ഷെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും പുതിയ മെമ്പേഴ്സ് വരികയും എല്ലായ്പ്പോഴും ഒരുപാട് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എല്ലാ വർഷവും കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് അത് ചില സാഹചര്യങ്ങളിൽ അവർ ആവർത്തന സ്വഭാവമുള്ളതായിട്ട് കണക്കാക്കുകയും റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ റവന്യൂ ആയിട്ടും ഒരു പോർഷൻ ക്യാപിറ്റലായിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ കൺഫ്യൂഷൻ വേണ്ട, ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ പ്രാക്ടീസ് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. ഓക്കെ. എൻഡോമെന്റ് ഫണ്ട്. എറിക് എൽ കോഹ്ലർ അദ്ദേഹം ഡിഫൈൻ ചെയ്താണ്, ഇറ്റ്സ് എ ഫണ്ട് അറൈസിംഗ് ഫ്രം എ റിക്വസ്റ്റ് ഓർ ഗിഫ്റ്റ്, the income of which is devoted for a specific purpose. Thus, it is a capital receipt as it provides a permanent income to the institution and shown in the liability side of balance sheet. Endowment fund എന്ന് പറയുന്നത് സ്പെസിഫിക് പർപ്പസ് ഒരു ഫണ്ടാണ്. ആ ഫണ്ടിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഇൻകം ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറാണ് പതിവ്? ഇതിനോടുകൂടി കൂട്ടിക്കാണിക്കാറാണ് പതിവ്. ഇതിനോടുകൂടി ഈ പർട്ടിക്കുലർ ഫണ്ടിനോട് കൂടി കൂട്ടിക്കാണിക്കാറാണ് പതിവ്. അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാറുമാണ് പതിവ്. ഇത് നമ്മൾ പ്രത്യേകമായി എടുത്ത് പറയേണ്ട ഒരു ഐറ്റമാണ്. അതായത് സ്പെസിഫിക് പർപ്പസ് ഒരു ഫണ്ട് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്കുള്ള എല്ലാ വരവുകളും ആ ഫണ്ടിനോട് കൂടി ചേർത്ത് നമ്മൾ ബാലൻസിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇപ്പൊ ടൂർണമെന്റ് നടത്തിയപ്പോൾ, ടൂർണമെന്റ് ഫണ്ടാണെന്നൊരു എക്സാമ്പിൾ എടുക്കാം. ടൂർണമെന്റ് നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വരവുണ്ടായി, ക്യാഷ് റെസീറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കും, ക്യാപിറ്റൽ അത് റവന്യൂ റെസീറ്റ് അല്ലേ, ഇൻകം സൈഡിലേക്ക് എടുത്തുകൂടെ എന്ന് ചിന്തിക്കും. പക്ഷേ ആ പർട്ടിക്കുലർ റെസീറ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, ഇവിടെ എന്താണ് റെസീറ്റ്? എന്താണ്? ടൂർണമെന്റിന്റെ ടിക്കറ്റ് കളക്ഷൻ. ടൂർണമെന്റ് നടത്തിയപ്പോൾ നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് നടത്തിയത്, അപ്പോൾ അതിന്റെ ടിക്കറ്റ് കളക്ഷൻ. അപ്പോൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു പിന്നെ റെസീറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻകം സൈഡിൽ റവന്യൂ ആണ്, ചെറിയ എമൗണ്ട് ഇൻവോൾവ് ആണ്. അപ്പം ടൂർണമെന്റ് നടത്തുമ്പോഴൊക്കെ അത് കിട്ടും, എപ്പോൾ നടത്തിയാലും കിട്ടും, ആവർത്തന സ്വഭാവമുള്ളതാണ്. അപ്പം അതുകൊണ്ട് റവന്യൂ റെസീറ്റ് ആണ് എന്ന ധാരണയിൽ അത് ഇൻകം സൈഡിലേക്ക് നമ്മൾ എടുക്കും. അത് ശരിയുമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ടൂർണമെന്റ് ഫണ്ട് എന്ന് പേരുള്ളൊരു ഫണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ ആയിട്ട് കണക്കാക്കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഫണ്ട് വർദ്ധിപ്പിക്കുന്ന ഒരു റെസീറ്റ് ആണെന്ന് കണക്കാക്കി അവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ടൂർണമെന്റ് ഫണ്ടിനോട് കൂടി കൂട്ടിക്കാണിക്കുക. ടൂർണമെന്റ് നടത്താൻ വേണ്ട ചെലവുകൾ അതേപോലെ എക്സ്പെൻഡിച്ചർ സൈഡിലല്ല കാണിക്കേണ്ടത്, നമ്മൾ പകരം അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ടൂർണമെന്റ് ഫണ്ടിന് മൈനസ് ചെയ്യാം. അപ്പൊ ടൂർണമെന്റ് ഫണ്ട് പ്ലസ് ടൂർണമെന്റ് ടിക്കറ്റ് കളക്ഷൻ അത് പിന്നെ അതേപോലെ കൂട്ടി കിട്ടിയെന്ന് നമ്മൾ എന്തും മൈനസ് ചെയ്യണം? ടൂർണമെന്റ് എക്സ്പെൻസസ് അസോസിയേറ്റഡ് വിത്ത് ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ് മൈനസ് ചെയ്യും വേണം. അപ്പൊ അത് പ്രത്യേകമായി തന്നെ കൺസിഡർ ചെയ്യേണ്ട ഐറ്റാണ്. എൻട്രൻസ് റിസീവ്ഡ് ഫ്രം ന്യൂ മെമ്പേഴ്സ് അപ്പാർട്ട് ഫ്രം ദി ആനുവൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്. ഈ എൻട്രൻസ് ഫീ എന്ന പ്രവേശന ഫീ ഒരു ക്ലബിൽ നമ്മൾ മെമ്പറായി പ്രവേശിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട തുകയാണ്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും വരിസംഖ്യ കൊടുക്കണം എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും. അതിന് പുറമെ നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടതാണ് എൻട്രൻസ് ഫീ. There are arguments for entrance fee to be considered as capital item because it is collected once for all, and as such it is not of the recurring nature. However, some argue that it is paid fairly regularly every year and as such should be treated as revenue income. In the absence of specific instructions in the examination, it is treated as a revenue income. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായി പറയാനുള്ളത്. എൻട്രൻസ് ഫീനെ നമ്മളൊരു റവന്യൂ ഇൻകം ആയിട്ട് പൊതുവെ കണക്കാക്കാം. പക്ഷെ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് ആർഗ്യുമെന്റും ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇതിന് ചില സമയങ്ങളിൽ റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും, കാരണം സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് എല്ലാ വർഷവും കിട്ടുന്നതാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ റവന്യൂ ആയിട്ട് കണക്കാക്കാം. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൺസ് ഇൻ ലൈഫ് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് ആവർത്തിച്ച് അയാൾ നൽകേണ്ടതല്ല, അതുകൊണ്ട് അതിന് ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കണം എന്ന് പറയുന്നവരുമുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലെ നിർദ്ദേശത്തിനനുസരിച്ച് യുക്തം പോലെ ചെയ്യുക. പേയ്മെന്റ് ഓഫ് ഓണർ ഏരിയ തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ കൊടുക്കലാണ് റവന്യൂ ആയിട്ടാണ്. ദി എമൗണ്ട് പെയ്ഡ് ടു പേഴ്സൺസ് ഹു ആർ നോട്ട് എംപ്ലോയി ഓഫ് the institution for conducting lectures, seminars, conferences, etc. is called honorarium and is debited to the income and expenditure account. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. കാരണം അത് റവന്യൂ ആയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്നിട്ട് ലെക്ചേഴ്സ് നടത്തി പോകാറുണ്ട്, അവർക്ക് കൊടുക്കാറുള്ളതാണ്. പിന്നെ വലിയ എമൗണ്ട് ഇൻവോൾവും അല്ല. ഡൊണേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. രണ്ട് കാറ്റഗറി ആയിട്ടാണ് മാറ്റേണ്ടത്. ഒന്ന് സ്പെസിഫിക് ഡൊണേഷൻ. വെൻ ഡൊണേഷൻ ഇസ് റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ദാറ്റ് ഈസ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഫോർ പ്രൊവൈഡിങ് എ സ്വിമ്മിംഗ് പൂൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൊണ്ട് പ്രത്യേകമായ ഉദ്ദേശം വെച്ചുകൊണ്ട് ആളുകൾ നൽകുന്ന സംഭാവനകൾ, ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ്ഡ്.
on the liability side of the balance sheet. Balance sheet in the liability side, അത് കാണിക്കുകയാണ് ചെയ്യുന്നത്. Capitalize means capital കൂടി കൂട്ടി കാണിക്കുക. General donation. It can be of two types. General donation of big amount. It is non-recurring in nature. As such, donations of huge amount cannot be expected every year. So, it is shown on the liability side of the balance sheet. Balance sheet in the liability side ലാണ് വലിയ തുക ഇൻവോൾവ് ചെയ്തിട്ടുള്ള general donations കാണിക്കേണ്ടത്. General donations of small amount. It is shown on the credit side of income and expenditure account because small donations are expected every year. ഈ ചെറിയ സംഭാവനകൾ എല്ലാ കൊല്ലവും പ്രതീക്ഷിക്കുന്നതായതുകൊണ്ട് തീർച്ചയായും അതിനെ റവന്യൂ നാച്ചുറൽ ആയിട്ട് കണക്കാക്കിയിട്ട് അതിനെ നമ്മൾ എവിടെ കാണിക്കണം? ഇൻകം സൈഡിൽ കാണിക്കണം. അതേസമയം ബിഗ് എമൗണ്ട് ഉള്ള ഡൊണേഷൻ ആണെങ്കിലോ അത് എല്ലായ്പ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുകയാണ് വേണ്ടത്. അതായത് ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ലിഗസി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ വേർഡാണ്. ഇറ്റ് ഈസ് ദി എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദി ബിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. വിൽപത്രം അനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഇറ്റ് പേസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ലിഗസി നമുക്ക് കിട്ടുന്നതാണല്ലോ, റിസീവ് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ, റെസിപ്റ്റ് സൈഡ്. ദിസ് എമൗണ്ട് ഇസ് നോട്ട് ഓഫ് റെക്കറിംഗ് ഇൻ നാച്ചർ. ആവർത്തന സ്വഭാവമുള്ളതല്ല. ആൻഡ് ആസ് സച്ച് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കണക്കാക്കുകയും ക്യാപിറ്റലിനോട് കൂടി കൂട്ടി കാണിക്കുകയും ചെയ്യുന്നു. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. അതേസമയം ലിഗസി വലിയ എമൗണ്ട് ആണ് ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ, വളരെ ചെറിയ എമൗണ്ട് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്താ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. ചെറിയ എമൗണ്ട് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ നിർദ്ദേശം ഉണ്ടാവും, അതനുസരിച്ച് ചെയ്യുക. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ് appears on the debit side of receipts and payment account. കാരണം നമ്മൾ അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കാശ് കിട്ടുകയാണല്ലോ ചെയ്യുക, റിസീവ് ചെയ്യാണല്ലോ ചെയ്യുക, അതുകൊണ്ടാണ് റിസീപ്റ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ആൻഡ് ആസ് സച്ച് should not be transferred to income and expenditure account. However, the profit earned or loss suffered on the sale of asset must be considered. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അസറ്റ് വിറ്റ് കിട്ടിയ തുക നമ്മൾ നേരെ എടുത്തിട്ട് ഇൻകം സൈഡിൽ കാണിക്കരുത്. കാരണം അത് ഫിക്സഡ് അസറ്റ് ആണ്. അത് വിറ്റ് കിട്ടുന്ന തുക നമ്മൾ ഒരിക്കലും അവിടെയല്ല കാണിക്കേണ്ടത് ഇൻകം, കാരണം അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. എന്നാൽ ഈ അസറ്റ് വിൽക്കുമ്പോൾ ചിലപ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടാവാം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ടാവാം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഇൻകം സൈഡിൽ, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്പെൻസ് സൈഡിൽ, എക്സ്പെൻഡിച്ചർ സൈഡിൽ ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് സ്പോർട്സ് മെറ്റീരിയൽസ്. ഇത് ന്യൂസ് പേപ്പർ വിൽക്കുന്നതൊക്കെ നമുക്ക് ആലോചിച്ചറിയില്ല, ചെറിയ എമൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ സെയിൽ ഓഫ് ദീസ് ഐറ്റംസ് are of regular feature. So students, it's time to leave. So far we have discussed the theory part of the chapter, and we will discuss the problem part in the next class. So till then, goodbye.